ഹായ് ഗഡീസ്, നല്ല ടച്ചിങ്സ് ആയി എടുക്കാനോ അല്ലെങ്കിൽ ചൂട് ചോറിന്റെ കൂടെ ചൊടിയോടെ കഴിക്കാനും പറ്റിയ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നല്ല എരിവുള്ള ചിക്കൻ കൊണ്ടാട്ടം. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബിഞ്ച് അഡ്വെഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബാബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതിലോട്ട് 2 നാരങ്ങയുടെ ജ്യൂസ്, ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലോട്ട് 1 മുട്ടയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. അതിനു വേണ്ടി 3 പച്ചമുളക്, 1 പിടി വേപ്പില, 1.5 ഇഞ്ച് ഇഞ്ചി, 2 പോഡ് ഗാർലിക്, 2 പിടി ചെറിയ ഉള്ളി, 3 സബോള. ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 കപ്പ് കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരു 5-6 കൊണ്ടാട്ടമുളകും വറുത്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും 5-6 വറ്റൽ മുളകും കുറച്ച് വേപ്പിലയും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂറായി. നമുക്കിനി അത് വെളിച്ചെണ്ണയിൽ നന്നായി വറുത്തെടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ വറുക്കാനിടാം. ഒരു 7 മിനിറ്റ് ആയിട്ട് ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് ഒരു 1/4 കപ്പ് എടുത്ത് നമുക്ക് വേറൊരു പാനിലോട്ട് ഇട്ട് നമുക്ക് ഇനി മസാല തയ്യാറാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച സബോളയും ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും വേപ്പിലയും ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഒരു 5 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആവുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കൊണ്ടാട്ടമുളക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇതിലോട്ട് 1 ലൈമിന്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ട് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്നെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ വീണ്ടും കാണാം ബെഞ്ച് അഡ്വഞ്ചേഴ്സ്.